ടിക്കറ്റ് ഫിനാലെ നാലാമത്തെ ടാസ്ക് ചാഞ്ചാട്ടം. ഗാർഡൻ ഏരിയയിൽ തൊട്ടിലിന്റെ മാതൃകയിലുള്ള ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടുണ്ട്. അതിലൊരു കയറുണ്ട്. ആ കയറ് വലിച്ചു പിടിച്ച് തൊട്ടിൽ ബാലൻസ് ചെയ്ത് പുറകോട്ട് പോയി പുറകിലെ പെഡസ്റ്റലിൽ വെച്ചിരിക്കുന്ന കട്ട എടുത്ത് തിരിച്ചു വന്ന് തൊട്ടിലിൽ കുത്തനെ നിർത്തണം. അത് മറിഞ്ഞു വീഴാൻ പാടില്ല, താഴെ വീഴാനും പാടില്ല. മറിഞ്ഞു വീണാല് രണ്ടാമത് കൊണ്ടുപോയി പെഡസ്റ്റലിൽ വെച്ചിട്ട് തിരിച്ചു വന്ന് അത് നേരെ വെക്കുക. താഴെ വീണാൽ ആ ടാസ്ക് ഔട്ടാവും. അതേപോലെ 2 പെഡസ്റ്റൽ വെച്ചിട്ടുണ്ട്, ഒന്ന് ഫ്രണ്ടിലും പിന്നൊന്ന് അതിന്റെ ആ പെഡസ്റ്റലിന്റെ തൊട്ട് ബാക്കിലുമായിട്ട്. ഈ കയറ് പിടിച്ച് ബാലൻസ് ചെയ്ത് പോയിട്ട് കട്ടകൾ എടുത്ത് കൊണ്ടുവന്ന് വെക്കുക എന്നുള്ളതാണ് ടാസ്ക്. 3 മിനിറ്റാണ് സമയദൈർഘ്യം. 3 മിനിറ്റിനുള്ളിൽ ഏറ്റവും കൂടുതൽ കട്ടകൾ കൊണ്ടുവന്ന് തൊട്ടിലിൽ വെച്ച് ബാലൻസ് ചെയ്ത് പിടിക്കുന്ന ആളാണ് ടാസ്കിൽ ജയിക്കുക. 2 പേര് വീതമാണ് മത്സരിക്കേണ്ടത്. നോറയും അർജുനുമാണ് ആദ്യം മത്സരിക്കാൻ വരുന്നവര്. ഈ ടിക്കറ്റ് ഫിനാലെ ടാസ്കുകളിൽ ആദ്യം ആര് മത്സരിക്കാൻ വരും എന്നുള്ളതൊരു ചോദ്യമാണ്. കാരണം ആർക്കും ആദ്യം മത്സരിക്കാൻ വയ്യ. ധൈര്യമായിട്ട് മുന്നോട്ട് വരുന്നത് ഈ നോറയും അർജുനുമാണ് എല്ലാ ടാസ്കുകളിലും. അങ്ങനെ നോറ 3 കട്ടകൾ വെച്ച് ബാലൻസ് ചെയ്ത് പിടിച്ചു നിന്നു 2 മിനിറ്റും 11 സെക്കൻഡിന്റെ ഉള്ളിൽ. അർജുനും കട്ടകൾ വെച്ചു, പക്ഷെ കട്ടകൾ വെക്കുന്നതിന്റെ ഇടയ്ക്ക് അർജുന്റെ ഒരു കട്ട താഴ്ത്ത് വീണു. അങ്ങനെ അർജുൻ ആ ടാസ്കിൽ നിന്ന് ഔട്ടായി. പിന്നീട് വരുന്നത് ഋഷിയും നന്ദനയാണ്. അതിൽ ഋഷി ആദ്യം തന്നെ 4 കട്ടകൾ ഫിനിഷ് ചെയ്ത് വീണ്ടും 5ാമത്തെ എടുക്കാൻ പോയ സമയത്ത് ഒരു കട്ട വീണു. അങ്ങനെ പിന്നെ രണ്ടാമത് വന്ന് വെച്ചിട്ടുള്ളതാണ് 4 കട്ടകൾ. അത് 2 മിനിറ്റും 52 സെക്കൻഡും എടുത്തു. നന്ദന ആദ്യം തന്നെ വെച്ച 4 കട്ടകൾ അവിടെ തന്നെ നിന്നു. പിന്നെ പുറകിലെ പെഡസ്റ്റലിൽ പോയി എടുക്കാനായിട്ട് നന്ദന നിന്നില്ല, അവിടെ തന്നെ നിന്ന് സമയം കളഞ്ഞ്. അപ്പൊ ആദ്യം വെച്ച 4 കട്ടകൾ 2 മിനിറ്റ് 30 സെക്കൻഡിൽ വെച്ച് കഴിഞ്ഞു. അങ്ങനെ നന്ദനയാണ് അതിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ കട്ടകൾ വെച്ചത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ബിഗ് ബോസ് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ 4 കട്ടകളും വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ നിൽക്കാൻ പാടില്ല, പുറകിലത്തെ പെഡസ്റ്റലിൽ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണമെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് മത്സരിക്കാൻ വരുന്നത് സായിയും സിജോയുമാണ്. അവർ 2 പേരും നന്നായിട്ട് ഗെയിം കളിച്ചു. സായി ആദ്യം തന്നെ 4 കട്ടകൾ ഫിനിഷ് ചെയ്ത് ബാക്കിൽ പോയിട്ട് 5ാമത്തെ കട്ടകൾ എടുത്ത് തിരിച്ചു വരുന്ന വഴിക്ക് ആദ്യം വെച്ചിട്ടുള്ള 4 കട്ടകൾ മറിഞ്ഞു വീണു. അതിൻ്റെ ഇടയ്ക്ക് സിജോ ആ 4 കട്ടകൾ ആദ്യം തന്നെ വെച്ച് 1 മിനിറ്റിന് 23 സെക്കൻഡിനുള്ളിൽ ആ കട്ടകൾ വെച്ചു. പക്ഷെ സായിന്റെ മുഴുവൻ കട്ടകളും മറിഞ്ഞുപോയി, സമയവും തീർന്നുപോയി, 3 മിനിറ്റും കഴിഞ്ഞു. അങ്ങനെ സായിക്ക് 0, സിജോ 1 മിനിറ്റ് 23 സെക്കൻഡിനുള്ളിൽ 4 കട്ടകളും വെച്ചു. അത് കഴിഞ്ഞിട്ട് മത്സരിക്കാൻ വരുന്നത് അഭിഷേകും ജിറ്റോയുമാണ്. അഭിഷേക് ആദ്യം തന്നെ 4 കട്ടകൾ 55 സെക്കൻഡിനുള്ളിൽ വെച്ച് കഴിഞ്ഞിട്ട് വളരെ സ്ലോ ആയിട്ടാണ് പുറകിലത്തെ പെഡസ്റ്റലിൽ നിന്നിട്ട് 5ാമത്തെ കട്ട എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിന്റെ ഉള്ളില് ജിൻഡോ 4 കട്ടകളും വെച്ചു. 5ാമത്തെ കട്ട പോയി എടുത്ത് ആ 5ാമത്തെ കട്ടയും കൊണ്ടുവന്ന് പെർഫെക്റ്റ് ആയിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചു 2 മിനിറ്റ് 35 സെക്കൻഡിനുള്ളിൽ. അഭിഷേകൊക്കെ കളിക്കുന്ന ആ റൗണ്ട് ആയപ്പോഴത്തേക്കിനും എനിക്ക് തോന്നുന്നു അഭിഷേക് വിചാരിച്ചിരുന്നത് ഈ 4 കട്ടകൾ ഏറ്റവും കുറഞ്ഞ സമയത്തിന്റെ ഉള്ളിൽ വെക്കാം, പിന്നെ അങ്ങ് സമയം കളഞ്ഞ് പതിയെ പോവാം എന്നുള്ളതായിരുന്നു. പക്ഷെ അതിനിടയ്ക്ക് ജിൻഡോ പെർഫെക്റ്റ് ആയിട്ട് ബാലൻസ് ചെയ്ത് അടിപൊളിയായിട്ട് കളിച്ച് 5ാമത്തെ കട്ടയും കൊണ്ടുവന്ന് വെച്ച് ബാലൻസ് ചെയ്ത് പിടിച്ചു. പിന്നെ വന്നത് ജാസ്മിനും ശ്രീതുമാണ്. അതിൽ ശ്രീതു 4 എണ്ണം വെച്ച് 5ാമത്തെ കട്ട എടുക്കാനായിട്ട് പോയി. അതിൽ തിരിച്ചു വരുന്നതിൽ കട്ടകൾ മറിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് 3 കട്ടകൾ ശ്രീതു വെച്ചു 2 മിനിറ്റും 48 സെക്കൻഡിനുള്ളിൽ. ശ്രീതു എവിടെയും നിന്നില്ല, ത്രൂ ഔട്ടായിട്ട് ഇങ്ങനെ കളിച്ചോണ്ടേയിരുന്നു. കട്ടകൾ വെച്ചു, തിരിച്ചുപോയി, അടുത്ത കട്ടകൾ എടുത്തു. ആദ്യത്തെ പെഡസ്റ്റലിലെ 4ാമത്തെ കട്ട തീർന്നപ്പോൾ പുറകിലത്തെ പെഡസ്റ്റലിൽ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. പക്ഷെ ജാസ്മിൻ ആദ്യത്തെ 4 കട്ടകൾ വെച്ചിട്ട് ഭയങ്കര സ്ലോ ആയി അവസാനം 20 സെക്കൻഡ് ജാസ്മിൻ അവിടെ തന്നെ നിന്നു സമയം കളയാൻ വേണ്ടിയിട്ട്. അങ്ങനെ 1 മിനിറ്റും 12 സെക്കൻഡിനുള്ളിൽ ജാസ്മിൻ ആദ്യം തന്നെ ആ 4 കട്ട വെച്ചു. പക്ഷെ ശ്രീതു അങ്ങനെയല്ല, ശ്രീതു ത്രൂ ഔട്ട് കളിച്ചോണ്ടേയിരുന്നു, നിന്നില്ല. ആ റൂള് കറക്റ്റായിട്ട് ശ്രീതു ഫോളോ ചെയ്തു. അങ്ങനെ ഈ ടാസ്കിൽ 5 കട്ടകൾ 2 മിനിറ്റ് 35 സെക്കൻഡിനുള്ളിലും വെച്ചിട്ട് ജിൻഡോയാണ് ഫസ്റ്റ് പൊസിഷനിൽ വന്നിരിക്കുന്നത്. രണ്ടാമത് വന്നിരിക്കുന്നത് അഭിഷേകാണ് 55 സെക്കൻഡിനുള്ളിൽ 4 കട്ടകൾ വെച്ചിട്ട്. മൂന്നാമത് വന്നിരിക്കുന്നത് ജാസ്മിനാണ് 1 മിനിറ്റും 12 സെക്കൻഡിനുള്ളിൽ. അങ്ങനെ ആദ്യം വന്ന ജിൻഡോയ്ക്ക് 3 പോയിന്റ്, രണ്ടാമത് വന്ന അഭിഷേകിന് 2 പോയിന്റ്, മൂന്നാമത് വന്ന ജാസ്മിന് 1 പോയിന്റ്.